ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ഇതാ നമുക്കൊരു 2 മണിക്കൂർ മുമ്പ് നമ്മുടെ പെലയുടെ കാർഡ് നമ്മുടെ ഈ ഫുട്ബോൾ തന്നെ അനൗൺസ് ചെയ്യുന്ന മച്ചന്മാരെ. അപ്പോൾ ഓൺ ദ വേ ആണ് നമ്മുടെ പെലയുടെ കാർഡ്. അതുപോലെ തന്നെ ഗായ്സ് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഓൾറെഡി നമ്മുടെ പണിമുടക്കൊക്കെ ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഉള്ളിലേക്ക് വന്ന വീഡിയോ. അപ്പോൾ ഗായ്സ് ഇന്നൊരു കിടലിനായിട്ടുള്ള ഓപ്പോണ്ട് വന്നിട്ടുണ്ട് ഓൾറെഡി മച്ചന്മാരെ. നമ്മൾ അതായത് ഈ വന്നതിന് നമ്മൾ ഈ ഒരു 3 എപ്പിക് പാക്കിന്റെ വൈപ്പോട്ട് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഓൾറെഡി 2 പ്ലേയേഴ്സിനെ ചെയ്തു, നമ്മുടെ തുവാമും അതുപോലെ തന്നെ നമ്മുടെ മാലിനിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സിഡോർഫിന്റെയും കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഫോർമേഷൻ മച്ചാമരെ ഓൾറെഡി നമ്മുടെ എല്ലാം ഏകദേശം മാറ്റി വെച്ചിട്ടുണ്ട്. ഫോർമേഷൻ മാറ്റി, അതുപോലെ തന്നെ മാനേജർ മാറ്റി, എന്തോ പറ്റിയാവില്ല ഇപ്പം അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ടീമുമായിട്ട് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്ന ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും പെല വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ എത്ര കോയിൻ ഉണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മച്ചാമരെ. എന്തായാലും നാളെ നല്ലൊരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നാളെ ചിലപ്പോൾ നമ്മുടെ പുതിയ സ്റ്റേഡിയം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം മൈനർ അപ്ഡേറ്റ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫോർമേഷൻ ആണ്, 4-3-1-2 ആണ്. 2 CF ഇട്ടിട്ടുള്ള ഒരു എന്താ പറയുക, ആദ്യമായിട്ട് ഞാൻ കളിക്കുന്ന ഒരു ഇതാണ് ഫോർമേഷൻ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഡെഷാംസിനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ പുതിയ മാനേജർ. അതുപോലെ മൊത്തത്തിലൊരു ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു മാച്ചിൽ 4-2-2 യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മച്ചാൻ. ഓൾറെഡി ഇനി പെല വരുന്ന ടൈമിൽ കുറേ പേരൊക്കെ 13,000 കോയിനും 10,000 കോയിനൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൊണാൾഡോയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കമന്റ് ചെയ്യുക. എന്തായാലും എനിക്ക് തോന്നുന്നു 10,000, 7,000, 5,000 കോയിനൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പം മച്ചാൻ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് ഗൈസ്. അപ്പം നോക്കുകയാണെങ്കിൽ റൈഗാർഡിന്റെ ആണ് മാനേജർ, നെഡ്വേർഡ് ഉണ്ട്, സ്ട്രൈഡറാണ് അവരുടെ ക്യാപ്റ്റൻ, സിഡോർഫ് ഉണ്ട്. 104 വരെ കയറും മച്ചാൻ. DMF സെറ്റ് ഇരിക്കും. പിന്നെ മച്ചാൻ ഓൾറെഡി ഇവർ യൂസ് ചെയ്യുന്നൊരു ഇത് വാൻ ബൈറ്റൻ ലേശ സീനാണ്, കാരണം അന്ന് എടുത്തവർക്ക് അറിയാം. കാരണം ഈ ഒരു കാർഡ് കൊണ്ട് അത്യാവശ്യം വലയുന്നുണ്ട്. അപ്പോൾ LB ആട്ടോ, സർജിൻഹോനെയാണ് മച്ചാൻ LB ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം AMF കവരസ്കി ഉണ്ട്. പിന്നെ നമ്മുടെ ന്യൂനസും ബാറ്റിയാണ് CF ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം മച്ചാൻ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം AC മിലാൻ ആണ് നമ്മുടെ ഓപ്പോണന്റ് ടീമും. പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ടീമുണ്ട്, റൊണാൾഡോ ഉണ്ട്, പിന്നെ അത്യാവശ്യം പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം വൈസ്. അപ്പോൾ എന്തായാലും മിച്ചമാരെ നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സിഡോർഫും നമ്മുടെ പുതിയ 2 CF ആയിട്ടുള്ള ഒരു ഫോർമേഷൻ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓൾറെഡി ബാറ്റിയാണ് അവരുടെ സിഡോർഫ് ടു ന്യൂനസ് കവരസ്കി മച്ചാമ്മയുടെ ഓപ്പോണന്റ് പേര് പടയപ്പ എന്നാണ്, ഒരു വെറൈറ്റി ഓപ്പോണന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ. ഓക്കെ, സർജിൻഹോ ടു ഒരു ഷോട്ട് അടിക്കാൻ മച്ചാമ്മ. ആദ്യം ഇന്നത്തെ ആദ്യത്തെ മാച്ചാണ് ഈ ഒരു ഫോർമേഷൻ ഇട്ടിട്ട് മിസ്പാസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ റോബർട്ടോ കാർലോസ് ടു സ്നൈഡർ കിട്ടിയടാ. ബാറ്റി ടു ന്യൂനസ് കവരസ്കിയ ഗൈസ്. ഈ ഒരു കാർഡ് സംഭവം കവരസ്കിയുടെ കാർഡ് നല്ല ഇത് കയറും കേട്ടോ. നമ്മുടെ ബ്ലിറ്റ്സൊക്കെ അത്യാവശ്യം കയറുന്ന ഒരു കാർഡാണ് മച്ചാവരെ. നെഡ്വേർഡ്, ഫ്ലെമിനിംഗ്, പുതിയൊരു പ്ലെയർ ഉണ്ടല്ലോ മച്ചാവരെ. ടോണി ആഡംസ് ടു റിക്യുപ്പൈ ടു നമ്മുടെ സർജിൻഹോ. ഓക്കെ, മെസ്സി ടു നമ്മുടെ സുവാരസ് ടു മറഡോണ ടു വീണ്ടും സുവാരസ്. ഓക്കെ, മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സർജിൻഹോ മച്ചാവരെ അടിക്കാൻ നല്ലൊരു ഷോട്ടടാ. വാൻ ബൈറ്റൻ ക്ലിയർ ചെയ്ത് കളഞ്ഞടാ. അതിന് നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു ഗൈസ്. നോക്കട്ടെ, ഡേവിഡ് ബെക്കാം ടു മറഡോണ ടു എടോ ഫ്രിംപോങ്ങോ അങ്ങനൊരു പ്ലെയർ. കവരസ്കേലിയ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബെക്കംബർ, സെർജിൻഹോ ടു സുവാരസ്. എടാ മാറിപ്പോയി അയച്ചടായി. ഓക്കെ, റോബർട്ടോ കാർലോസ്, മെസ്സി ഗൈസ്. ഇവിടെ നിന്ന് അടി അടിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മെസ്സിയുടെ ഒരു ഷോട്ട്. എടാ കറക്റ്റ് നല്ലൊരു ഷോട്ടായിരുന്നല്ലോ മച്ചാമാരെ. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എനിക്കൊന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ ഏത് ഫോർമേഷൻ യൂസ് ചെയ്യുന്നത് നോക്കുക. കാരണം ഞാൻ വിചാരിച്ചൊരു കറവ് കയറായിരിക്കുന്നു, പക്ഷെ കയറിയില്ലടാ മച്ചാമാരെ. പോസ്റ്റിന് പുറത്തേക്ക് പോയി. ലിവാക്കോവിച്ച് അടിച്ചു. മറഡോണ ടു നെഡ്വേർഡ് ടു സർജിൻഹോ LB ആട്ടോ. എടേ ആരും ബ്ലോക്ക് ചെയ്യാൻ പോലും ഇല്ലേ ഗൈസ്. സർജിൻഹോ ഈ എഡ്ജഡ് ക്രോസിങ് സീനാന്നാ കേട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഒരു പണിയാണ് വന്നാൽ. സ്നൈഡർ ടു മറഡോണ ടു നമ്മുടെ ബെക്കാം ടു മെസ്സി ടു സുവാരസ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി. ഓക്കെ, റിക്യുപ്പൈ എടാ എവിടെ ബോള്. ബാസ്റ്റണി, ബെക്കംബർ ടു കവരസ്കേലിയ. എടാ നല്ലൊരു ചാൻസ് കിട്ടുന്നു മച്ചാമാരെ. കഫു ടു റിക്യുപ്പൈ ടു ഡേവിഡ് ബെക്കാം. ഓക്കെ, മെസ്സി സുവാരസ്. നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. എടാ എൻ്റെ പൊന്നു ഗൈസ്. ഈ ഒരു കാർഡ് കുറച്ച് സീനാണ്. ഈ വാൻ ബൈറ്റനും
DMF നമ്മുടെ സിഡോർഫ്. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല കിടിലൻ കാർഡിന് കേട്ടോ മച്ചാമാരെ റോബർട്ടോ കാർലോസ്. അപ്പോൾ നമുക്ക് അവന്മാർക്ക് പണി കൊടുക്കണം. ബെക്കാം ടു സിഡോർഫ് ഗൈസ്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഈ ഒരു പാക്കൊക്കെ വൈപ്പ് ഔട്ട് ആക്കിയവരുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാടോ. ഫൗളായിപ്പോൾ ഇവിടെ നെറ്റ്വേർഡിന് ഫൗളാക്കി ഗൈസ്. അപ്പോൾ ഫ്രീ കിക്ക് ആയിരിക്കും എനിക്കൊന്ന് നെറ്റ്വേർഡോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ആയിരിക്കും അടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നിങ്ങൾ ആരൊക്കെ ഫാനിനെയൊക്കെ എടുത്തൊരു കമൻറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി വാൻ ബാറ്റിന് ഇപ്പം അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യാം. നെറ്റ്വേർഡിൻ്റെ ഒരു ഷോട്ടാണ് വെച്ചാൽ അവരെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ക്ലിയർ ആയിട്ട് അവർ മിക്കവാറും ഫ്രീ കിക്ക് എടോ മച്ചാമാരെ ഓൾറെഡി കോർണറാണ്. കറക്റ്റ് ഷോട്ടാണ്. പക്ഷെ എനിക്ക് ആരുടെയോ തട്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. സാബിയൊക്കെയാന്ന് തോന്നുന്നു. സാബിൻ്റെ ആരോ തട്ടിയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കറക്റ്റ് പോസ്റ്റ് അടിച്ചാൽ ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഡോർമണ്ട് ആണോ നമുക്ക് നോക്കി. ഓക്കെ എടാ മാനുവൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് കിട്ടി കേട്ടോ. മെസ്സി ടു ഓക്കെ ബെക്കാം ടു മറഡോണ. റിക്കിപ്പൈ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു ബാക്കോട്ട് റിക്കിപ്പൈ സർജിൻഹോ സുവാരസ്. ഓക്കെ മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനായിട്ട് ഇവിടെ നിന്ന് അടിക്കാനൊരു ചാൻസ് കിട്ടും തോന്നുന്നു. ഡേവിഡ് ബെക്കാം നല്ലൊരു ഷോട്ട് കൊടുക്കാം. എടാ ഇത് എൻ്റെ പൊന്നു ഗൈസ്. എടാ ഞാൻ ഇത്രയും നല്ലൊരു ഷോട്ട് അടിച്ചത് അത് സൈഡിൽ കൂടെ പോയേ. എടാ ഇപ്പം അടിക്കുന്ന ഷോട്ടുകളൊന്നും ആവുന്നില്ല. ഇപ്പം ആണെങ്കിൽ സ്ക്രിപ്റ്റിങ് കാരണം പോസ്റ്റ് തട്ടിയിട്ട് പരമാവധി എല്ലാം പോകണം. കഴിഞ്ഞ മാച്ചിൽ ഇതേപോലെയായിരുന്നു. നമ്മൾ നോക്കി നോക്കാം. ലിവാക്കോവിച്ച് ടു മറഡോണ ടു സ്നൈഡർ ടു ഗൈസ്. എനിക്കൊന്ന് ഓപ്പോണം നെറ്റ് പോയത്. മെസ്സി ടു ഇതാ ഗോളിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. കിട്ടിയിട്ടുണ്ട് മറഡോണ ടു സർജിൻഹോ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻ്റ് ഓൾറെഡി പടയപ്പ എന്ന് പറഞ്ഞ വെറൈറ്റി പേരിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ വീണ്ടും നമുക്ക് നോക്കി നോക്കാം. മെസ്സി ടു ബെക്കാം ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു വീണ്ടും ഒരു പാസ്. നെറ്റ്വേർഡ് മിസ് പാസ് ആയിപ്പോടാ. ഓക്കെ മറഡോണയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും മറഡോണ ടു നമ്മുടെ മെസ്സി ടു എടാ എല്ലാവരും ഇവിടെ. ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ്. എടാ പാസ് മതിയായിരുന്നു ഗൈസ്. ഫ്ലെമിംഗോ ആ ഒരു പ്ലെയർ ഇച്ചിരി സീനുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ചധികം ന്യൂ പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിനകത്ത് ഗൈസ്. ഓക്കെ ബാസ്റ്റണി ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. സുവാരസ് എടാ വാൻ ബൈറ്റും ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ നമുക്കത് കിട്ടിയാനെ ഗൈസ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് അന്നേരം എടുത്തതിൽ എനിക്ക് തോന്നുന്നു വാൻ ബൈറ്റിന് ഇപ്പോൾ കുറച്ചധികം നന്നായി കളിക്കേണ്ട ഗൈസ്. നല്ലൊരു ചാൻസ് ആയിട്ടുണ്ട്. സുവാരസ് നമുക്ക് അടിക്കാം. എൻ്റെ പൊന്ന് ഗൈസ് നടുക്കോട്ട് അടിച്ചിട്ട് ലിവാക്കോവിച്ചിൻ്റെ തലയ്ക്കും പോയി തട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ കോർണർ അടിച്ചിട്ടുണ്ട് ബെക്കാമിനെ കൊണ്ട്. ഓക്കെ ലിവാക്കോവിച്ച് പിടിച്ചു വെച്ചാൽ അപ്പം ഇവിടെ 56 മിനിറ്റ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഗൈസ്. അപ്പം ഞാനും ഓൾറെഡി നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ ലിവാക്കോവിച്ചിനെ എടുത്തു. അപ്പോൾ ബിഗ് ടൈം മിക്കവാറും നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാവുന്ന കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരട്ടെ, നമുക്ക് നോക്കാം. മറഡോണ ടു സിഡോർഫ് എടുത്തു. DMF ബെക്കംബർ ടു നെറ്റ്വേർഡിലേക്ക് തന്നെ കറക്റ്റ്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റിക്യുപ്പൈ ടു നമ്മുടെ മെസ്സി ടു മറഡോണ. മെസ്സി ടു എടാ ഈ ബാസ്റ്റണി എടുത്തല്ലോ. ഓക്കെ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കവരസ്കിയ ടോണി ആഡംസ് ഡിയോഗ മറഡോണ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. വീണ്ടും ഒരു ചാൻസ് ഇടാ അത് അടിക്കാൻ പറ്റില്ല. 67 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നലെയാണ് നമ്മൾ ഓൾറെഡി കളിച്ചത് നമ്മുടെ പേടിഎം പോലത്തെ ഒരു അക്കൗണ്ടാണ്. റിക്യുപ്പൈ ടു നമ്മുടെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ ടു ഡേവിഡ് ബെക്കാം ടു എടാ അത് ആവശ്യമില്ലാണ്ട് കൊടുത്തല്ലോ. സ്നൈഡർ എടുത്തു. ഫെയിൽഡായിപ്പോയി മച്ചാമാൻ്റെ എടാ എടുക്കുക. ഓക്കെ ടോണി ആഡംസ് ഗൈസ്. നമ്മൾ ഓൾറെഡി ഡെയിലി ഇപ്പോൾ ലൈവ് ഉണ്ട് കേട്ടോ. റിയൽ സഞ്ജു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാനലിൽ നമ്മൾ സിഡോർഫ് കവരസ്കി എടുത്തു ഗൈസ്. അപ്പോൾ വീണ്ടും ബാറ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം പാസ് ആയിരിക്കുമോ ഗൈസ്. എടുത്തിട്ടുണ്ട്, ഗോൾ എടുത്തു ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. ഓൾറെഡി ടോറസ് ഉണ്ട് കേട്ടോ. നമ്മുടെ പുതിയ കാർഡായ ടോറസ് ഉണ്ട്. മറ്റേ 500 രൂപേൻ്റെ ടോറസ് അല്ല, 500 കോടി ടോറസ് അല്ല, നമ്മുടെ എപ്പിക് ടോറസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എടാ ഇവന്മാർ ഇതൊക്കെ ടോണി ആഡംസ് ടു മറഡോണ ടു ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ്. റിക്യുപ്പൈ ടു നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. കവരസ്കിയ സിഡോർഫ് ബെക്ക നെറ്റ്വേർഡ് ഗൈസ്. അപ്പോൾ നോക്കട്ടെ ബാറ്റ് എടാ ഗൈസ്. പിടിക്കണം എടാ ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ് ഇപ്പം അത് കയറിയാൽ ഗോളില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഗോള് കയറിയാണ്. മറഡോണ ടു ഓക്കെ നല്ലൊരു പാസ് ഗൈസ്. മെസ്സി എന്തായാലും പാസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മറഡോണാൻ്റെ ഒരു ഷോട്ട് നോക്കാം ഗൈസ്. ഈ വാൻ ബൈറ്റിന് എന്താ പറയുക ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അനങ്ങുന്നില്ല, അതാണ് പ്രശ്നം.
അവിടെ തന്നെ സെന്റർ ഇട്ട് വെച്ചേക്കുക. സ്നൈഡർ സിഡോർഫിന് വെട്ടിച്ചു. ഓക്കെ, സുവാരസ്. എടാ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. അത്യാവശ്യം ഷോട്ടുകൾ നമ്മൾ കുറെ അടിച്ചിട്ടുണ്ട്. ഓപ്പോണിനെ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു 6 ഷോട്ടാണ് അടിച്ച്, സേവ് 1 ഗൈസ്. അപ്പൊ ഒരു കിടലൻ മാച്ചായിരുന്നു. എന്തായാലും ലിവാക്കോവിച്ചാണ് അവരുടെ നമ്മുടെ ഹോമിൽ നിൽക്കുന്നത്. സിഡോർഫ് ഉണ്ട് 90, 104 വരെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോറസ് ഉണ്ട്, സർജൻ ഉണ്ട്, LB ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോണി ആഡംസ് ആയിരുന്നു. പിന്നെ അതുപോലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ മാച്ച് ഇതായിരുന്നു ഗൈസ്. അപ്പോൾ സിഡോർഫിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ചെയ്തു. പെലയുടെ കാർഡ് വരുമ്പോൾ എന്തായാലും എടുക്കണം. നിങ്ങൾക്കും എല്ലാവർക്കും എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട്. അതുപോലെ തന്നെ മച്ചാമാർ നമ്മൾ ഓൾറെഡി നമ്മുടെ രാത്രി ലൈവ് ഉണ്ടാവും, റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് നാളെ ലൈവ് ഓൾറെഡി ഉണ്ട്, മെയിൻ്റനൻസ് ലൈവ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ചാനൽ തന്നെ രാവിലെ 10 മണിട്ടാണ്. അപ്പോൾ ലൈവായിട്ട് വന്നിരിക്കും. ബൈ ഗൈസ്.